കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ നേർക്കുനേർ ഒരു പോരിന് കളമൊരുങ്ങാനുള്ള സാഹചര്യത്തിനാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് ആം ആദ്മി. എന്നാൽ ആ സഖ്യത്തിന് വിള്ളൽ വീഴാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് റാലിക്കിടയിൽ വെടിവെപ്പ് നടന്നിരിക്കുകയാണ്. സിറ്റിംഗ് എംപിയും സ്ഥാനാർത്ഥിയുമായ കോൺഗ്രസ് നേതാവിന്റെ തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് വെടിവെപ്പ് നടന്നത്. വെടിവെപ്പിൽ ഒരാൾക്ക് പരുക്കേറ്റതായും പോലീസ് അറിയിച്ചു. ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാർ ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് അടുത്ത സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ സഖ്യത്തിന്റെ പങ്കാളിയായ AAP ആണ് എന്ന ആരോപണം ശക്തമാണ്. കാരണം ആം ആദ്മി സർക്കാരിനെതിരെ മുദ്രാവാക്യം ഉയർത്തിയതിന് പിന്നാലെയാണ് വെടിവെപ്പ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. എന്നാൽ സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് ആം ആദ്മി ആരോപിക്കുന്നത്. വെടിവെപ്പ് നടത്തിയവർ സംഭവ സ്ഥലത്ത് നിന്ന് ഉടൻ തന്നെ രക്ഷപ്പെട്ടു. അമൃത്സറിനടുത്തുള്ള അജ്നാല ടൗണിൽ കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥി ഗുർജീത് സിംഗ് ഔജ്ലയുടെ റാലിക്ക് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ സഖ്യത്തിന്റെ പങ്കാളിയായ AAP ആണെന്ന് സിറ്റിംഗ് MP കൂടിയായ ഗുർജീത് സിംഗ് ഔജ്ല ആരോപിക്കുന്നുണ്ട്. AAP സ്ഥാനാർത്ഥി കുൽദീപ് ധലിവാളിന്റെ ബന്ധുവാണ് വെടിവെപ്പിന് പിന്നിലെന്ന് ഗുർജീത് സിംഗ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് ആയുധങ്ങൾ പിടിച്ചെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഗുർജീത് സിംഗ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നുമുണ്ട്. അതേസമയം കോൺഗ്രസ് നേതാവിന്റെ ആരോപണങ്ങൾ AAP നേതാവും മന്ത്രിയുമായ കുൽദീപ് സിംഗ് ധലിവാൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. വെടിവെപ്പിൽ തന്റെ ബന്ധുവിന് പങ്കുണ്ടെന്ന് MP ആയ ഗുർജീത് കുൽദീപിനെതിരെ ആരോപണം ഉന്നയിച്ചതായി അദ്ദേഹം മനസ്സിലാക്കിയെന്നും എന്നാൽ തനിക്ക് ആ പ്രദേശത്ത് ബന്ധുക്കൾ ആരുമില്ല, ജർണൈൽ സിംഗ് എന്ന ഒരു പാർട്ടി പ്രവർത്തകൻ ഉണ്ട്, വെടിവെപ്പ് സംഭവത്തിൽ ഉൾപ്പെട്ട യുവാവിനെതിരെ നടപടിയെടുക്കാൻ താൻ പോലീസിനോട് ആവശ്യപ്പെട്ടുവെന്നും ചില യുവാക്കൾ കലഹത്തിൽ ഏർപ്പെട്ടുവെന്നുമാണ് കുൽദീപ് സിംഗ് ധലിവാൾ പറഞ്ഞത്. ഇത്തരം രാഷ്ട്രീയത്തിൽ തന്റെ പാർട്ടി വിശ്വസിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. തങ്ങളുടെ പ്രവർത്തകർ വോട്ടർമാരെ കണ്ട് വോട്ട് തേടുകയാണ് എന്നും ചെയ്യാത്ത കുറ്റത്തിന് അവരെ കുറ്റപ്പെടുത്തരുതെന്നും കുൽദീപ് സിംഗ് ഓർമ്മിപ്പിച്ചു. വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് പറയുന്നുണ്ട്. പരിക്കേറ്റവർ ചികിത്സയിലാണെന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ സഖ്യകക്ഷികളാണെങ്കിൽ പോലും പഞ്ചാബിലെ 13 സീറ്റുകളിൽ കോൺഗ്രസും AAPയും വെവ്വേറെയാണ് മത്സരിക്കുന്നത്. എന്നിരുന്നാലും രണ്ട് കക്ഷികൾക്കും AAP കോൺഗ്രസ് ഡൽഹിയിൽ 4:3 എന്ന നിലയിലാണ് സീറ്റ് പങ്കിട്ടിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടമായ ജൂൺ 1-നാണ് പഞ്ചാബിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 2019 പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിൽ 8 എണ്ണം കോൺഗ്രസ് നേടിയിരുന്നു. ശിരോമണി അകാലിദളും BJPയും 2 സീറ്റുകൾ വീതം നേടിയപ്പോൾ അന്ന് സംഗ്രൂർ സീറ്റ് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത്. എന്നാൽ 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 117-ൽ 92 സീറ്റും നേടി AAP സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു.